നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ആം ആദ്മിയുടെ തനി നിറം പുറത്ത്, ചുവപ്പും ഇടത്തേക്ക് ചരിവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആപ്പിൾ കൂട്ടത്തല്ലും പുറത്താക്കലും. ഒടുവിൽ കേരളത്തിലെ സമുന്നത നേതാവ് CR നീലകണ്ഠനെ പുറത്താക്കി. CR നീലകണ്ഠൻ UDFന് ഒരു സീറ്റിൽ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ ക്ഷുഭിതരായ നേതൃത്വം അദ്ദേഹത്തെ പുറത്താക്കി ഇടതുമുന്നണിക്ക് 20 സീറ്റിലും പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടെ ചരിത്രത്തെക്കുറിച്ച് ആം ആദ്മിക്ക് ഒരു ചുക്കും അറിയില്ല എന്ന വൻ വിമർശനമുയർന്നു. ചൂൽ ചിഹ്നത്തിൽ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ആം ആദ്മിയെ അതിന്റെ ശൈശവ ദിശയിൽ തന്നെ ഇല്ലാതാക്കാൻ കച്ചകെട്ടിയിറങ്ങിയ പ്രസ്ഥാനമായിരുന്നു CPM. കേരളത്തിൽ ഇവരെ പരസ്യമായി ഉപദ്രവിക്കുകയും വിമർശിക്കുകയും പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്ത ഏക രാഷ്ട്രീയ പാർട്ടിയും CPM ആയിരുന്നു. കോടിയേരിയും പിണറായി വിജയനും സൂചിപ്പിച്ചിരുന്നത് അരാഷ്ട്രീയ പ്രസ്ഥാനമെന്നും ജനങ്ങളെ ആം ആദ്മി വഴിതെറ്റിക്കുന്നു എന്നുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആം ആദ്മി CPM കൂടാരത്തിൽ തന്നെ അന്തിയുറങ്ങാൻ അഭയം തേടി എത്തിയിരിക്കുകയാണ്. ഇതോടെ കേരളത്തിലെ ആം ആദ്മിയുടെ നിറം ചുവപ്പ് തന്നെയെന്ന് വ്യക്തമാവുകയാണ്. ഇടതുപക്ഷമാണ് ആം ആദ്മി ഉയർത്തിപ്പിടിക്കുന്ന പക്ഷം എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ നിരുപാധികം പിന്തുണയ്ക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സോംനാഥ് ഭാരതി ദില്ലിയിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം നീലോത്പൽ ബസുവിനൊപ്പം സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു. കേരളത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി പിന്തുണ സംബന്ധിച്ച നിലപാട് CR നീലകണ്ഠൻ നേരത്തെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. വടക്കൻ കേരളത്തിൽ മലപ്പുറം ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ UDFന് പിന്തുണ നൽകാനായിരുന്നു കേരള ഘടകത്തിന്റെ തീരുമാനം. മലപ്പുറത്ത് LDFനാണ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത്. മധ്യ കേരളത്തിലെ മണ്ഡലങ്ങളിൽ UDFനാണ് പിന്തുണ നൽകുന്നത്. തെക്കൻ കേരളത്തിലെ 7 മണ്ഡലങ്ങളുടെ കാര്യം പിന്നീട് പ്രഖ്യാപിക്കാനുമായിരുന്നു തീരുമാനം. ഇപ്പോൾ ഈ തീരുമാനമാണ് കേന്ദ്ര നേതൃത്വം റദ്ദ് ചെയ്തത്. മാത്രമല്ല, ഇങ്ങനെ തീരുമാനമെടുത്ത നീലകണ്ഠനെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. സംസ്ഥാന ഘടകത്തെ പൂർണ്ണമായി തള്ളിക്കൊണ്ടുള്ള നിലപാടാണ് ആം ആദ്മി ദേശീയ നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് നിരുപാധികം പിന്തുണ നൽകാനാണ് പാർട്ടി തീരുമാനം. ഇതോടെ ആം ആദ്മി കേരള ഘടകം ഇനി എത്രമാത്രം സജീവമാകുമെന്ന് കണ്ടറിയാം. ദൂരവ്യാപകമായ വിമർശനം കേരളത്തിലെ ആളുകൾ ഏറ്റുവാങ്ങും. കേരളത്തിലെ ആം ആദ്മിയുടെ നയത്തിനും നിലനിൽപ്പിനും പോലും വെല്ലുവിളി ഉയർത്തുന്ന തീരുമാനമാണിത്. കൂടാതെ CPMുമായി സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് എന്ന് പല ആം ആദ്മി നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു. CR നീലകണ്ഠനെ പാർട്ടി പദവികളിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായും പത്രസമ്മേളനത്തിൽ സോംനാഥ് ഭാരതി അറിയിച്ചു. ദില്ലി, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും സഹകരിച്ചു പ്രവർത്തിക്കാൻ ഇരു പാർട്ടികളും തീരുമാനിച്ചു. തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ദേശീയ നേതൃത്വത്തിന്റെ നടപടി അംഗീകരിക്കുന്നുവെന്നും പാർട്ടിയിൽ തുടരുമോ എന്ന ചോദ്യത്തിന് നടപടിയുമായി ഇക്കാര്യത്തിൽ ബന്ധമില്ലെന്നും CR നീലകണ്ഠൻ കൂട്ടിച്ചേർത്തു. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് നിരുപാധിക പിന്തുണ നൽകാൻ കേന്ദ്ര നേതൃത്വം നേരത്തെ തീരുമാനിച്ചിരുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ലെന്നും CR നീലകണ്ഠൻ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.